ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാനായിട്ട് പോകുന്നത് സ്കിൻ അലർജി ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ആയുർവേദ മരുന്നിനെ കുറിച്ചാണ് ഇന്ന് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഒരു മരുന്നിൻ്റെ പേര് ഹരിദ്രാഖണ്ഡം എന്നാണ്. ഇതെനിക്കൊരു സ്കിൻ അലർജി വന്നപ്പോൾ ആയുർവേദ ഡോക്ടറിനെ കണ്ട് ഞാൻ വാങ്ങിച്ച ഒരു മരുന്നാണിത്. ഞാൻ വാങ്ങിച്ചത് കോട്ടക്കലിൻ്റെയാണ്. പല ബ്രാൻഡിൻ്റെയും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മരുന്നിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. ഹരിദ്രാഖണ്ഡത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ത്വക്ക് രോഗങ്ങൾക്കാണ് ഈ ഒരു മരുന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അലർജി, അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുമിളകൾ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രാണികൾ കടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അലർജി, അതായത് തേനീച്ചയൊക്കെ കടിക്കുമില്ലേ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു മരുന്ന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നും. എനിക്ക് ഈ ഒരു മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയൊരു മാറ്റമാണ് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയതുപോലെ. ഈ ഒരു മരുന്നിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മഞ്ഞളാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചേഞ്ച് എൻ്റെ മുഖത്തുണ്ടായത്. പിന്നെ ഈ ഒരു മരുന്നിന് ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട്, അതും കൂടെ ഞാൻ പറയാം. ഈ ഒരു മരുന്ന് കഴിച്ചാൽ ശരീരത്തിന് ചൂട് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞതുപോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവും. അതുമാത്രമല്ല, നമ്മുടെ വായിൽ ചെറിയ രീതിയിലുള്ള വ്രണം, അതായത് വായ്പുണ്ണ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി വായ്പുണ്ണ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ പശുവിൻ പാലും കൂടെ കുടിക്കുകയാണെങ്കിൽ വായ്പുണ്ണ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കും. പിന്നെ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ പോയി വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. ഏതെങ്കിലും നല്ലൊരു ആയുർവേദ ഡോക്ടറിനെ കണ്ട് ഡോക്ടറിനോട് നമ്മുടെ സ്കിൻ അലർജി എന്താണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറയും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. ആ രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മരുന്ന് കഴിക്കുവാനായിട്ട്. അതല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം പോയി വാങ്ങിച്ച് കഴിക്കുവാൻ പാടുള്ളതല്ല. ഒരു കാരണവശാലും ഡോക്ടറിൻ്റെ അനുവാദം കൂടാതെ ഈ ഒരു മരുന്ന് വാങ്ങി കഴിക്കാൻ പാടുള്ളതല്ല. കാരണം ഡോക്ടർ പറയും ഇതിൻ്റെ എത്ര അളവാണ് കഴിക്കേണ്ടതെന്ന്. ആ ഒരു അളവിൽ മാത്രമേ നമുക്ക് ഈ ഒരു മരുന്ന് കഴിക്കാനായിട്ട് പാടുള്ളൂ. ഇതിപ്പോൾ എല്ലാ ദിവസവുമാണ് ഞാൻ കഴിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ ആ ഒരു അളവിലാണ് ഞാനിത് കഴിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവിലായിരിക്കും പറയുന്നത്. അപ്പോൾ ആ അളവിൽ വേണം നമ്മൾ ഈ ഒരു മരുന്ന് കഴിക്കാനായിട്ട്. ഏതൊരു മരുന്നാണെങ്കിലും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളതല്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് ഈ ഒരു ഹരിദ്രാഖണ്ഡം എന്ന് പറയുന്നത്. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു കാരണവശാലും ഈ ഒരു മരുന്ന് പോയി വാങ്ങി കഴിക്കുവാൻ പാടുള്ളതല്ല. ഓരോരുത്തർക്കും ഓരോ അളവിനാണ് ഈ ഒരു മരുന്ന് കഴിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഡോക്ടറാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏത് രീതിയിലാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, എപ്രകാരമാണ് കഴിക്കേണ്ടതെന്നൊക്കെ. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം പോയി വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതിലേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.